ഹായ് ഗൈസ്, പവിത്രം പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീജയുടെ ബിസിനസ്സിനു വേണ്ട സാധനങ്ങൾ വാങ്ങാൻ ശ്രീജയും വിശ്വവും കൂടി കടയിൽ നിൽക്കുമ്പോൾ വേദയുടെ അനുജത്തിയും കൂടെ ഒരാളും ബൈക്കിലിരിക്കുന്നത് കാണുന്നു. നമ്മുടെ വേദയുടെ അനുജത്തിയല്ലേ അത് എന്ന് ശ്രീജ വിശ്വത്തോട് ചോദിക്കുന്നുണ്ട്. അവർ ബൈക്കിൽ കയറി പോകുന്നു. പിന്നീട് ഒരു ടെമ്പോയിൽ ചാക്കു നിറയെ സാധനങ്ങൾ വന്നിറങ്ങുന്നുണ്ട്. വിനായകനും നന്ദിനിയും ഒക്കെ അത് താഴെ ഇറക്കാൻ സഹായിക്കുന്നു. അന്നേരം വേദ അച്ചമ്മയോട് പറയുന്നുണ്ട്, ശ്രീജേടത്തിയുടെ പലഹാരത്തിന്റെ കൂടെ അച്ചമ്മയുടെ കൈപുണ്യം കൂടിയാവുമ്പോൾ അത് കലക്കും എന്ന്. അപ്പൊ നന്ദിനി പറയുന്നുണ്ട്, ഓ, ഓർഗാനിക് അച്ചപ്പം, പക്ഷെ ആര് ഇടിക്കുകയും പൊടിക്കുകയും അരിക്കുകയും ഒക്കെ ചെയ്യും എന്ന് ചോദിച്ചതിന് മിക്കവാറും അതും കൂടി നന്ദിനി തന്നെ ചെയ്യാനായിരിക്കും അച്ചമ്മ പറയുന്നത്. വേദ വിനായകനോട് പറയുന്നു, അച്ചമ്മ പറഞ്ഞ് ചെയ്യാൻ വിനായകേട്ടൻ നന്ദിനിയടുത്തിയോട് പറയട്ടെ എന്ന്. വിനായകൻ അത് കേട്ടതും, തൽക്കാലം അച്ചമ്മ പറഞ്ഞതുപോലെ നീ തന്നെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുന്നു. നന്ദിനിയുടെ തുറച്ചുനോട്ടം കണ്ട് പേടിച്ച് വിനായകൻ വീണ്ടും പറയുന്നുണ്ട്, അല്ല, നമ്മുടെ വീട്ടിൽ ആദ്യമായി തുടങ്ങുന്ന ഒരു സംരംഭമല്ലേ, എല്ലാവരും കൂടെ നിന്ന് നമ്മുടെയാണല്ലോ എന്നുള്ള ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണമല്ലോ എന്ന്. ശ്രീ ഫുഡ് പ്രൊഡക്ട്സ് എന്ന് എഴുതിയ വലിയ ബാനർ ചുമരിൽ ഒട്ടിച്ച് മാഷ് വിളക്കുമായി നിൽക്കുന്നുണ്ട്. ഈ സംരംഭം തുടങ്ങാൻ കാരണമായത് വേദയാണ്. അതുകൊണ്ട് ഇത് തുടങ്ങി വയ്ക്കാൻ ഏറ്റവും യോഗ്യയും വേദ തന്നെ എന്ന് പറഞ്ഞ് വിളക്ക് വേദയ്ക്ക് കൈമാറുന്നുണ്ട് മാഷ്. വേദ തിരികൊളുത്തുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി ചിരിച്ച് കൈയടിച്ചു നിൽക്കുന്നതോടെയാണ് പ്രമോ അവസാനിക്കുന്നത്. ഇനി ആ ഒരു ബിസിനസ് തുടങ്ങി അതിൻ്റെ രസകരമായ സംഭവങ്ങളും സംഭവ വികാസങ്ങളും വിക്രം മലയ്ക്ക് പോയി വന്ന് തിരിച്ചു സംഭവിക്കുന്നതുമൊക്കെയാണ് പ്രമോയിൽ കാണിക്കുക. അടുത്ത ഒരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.